തിരുവനന്തപുരം സെൻട്രൽ ലൈബ്രറിക്ക് എതിർവശത്തുള്ള ബസ് ഷെൽട്ടറാണ് ഈ കാണുന്നത്. പേരൂർക്കട, വട്ടിയൂർക്കാവ്, നെടുമങ്ങാട് ഭാഗത്തേക്കുള്ള ബസ്സുകൾ ഇവിടെയാണ് നിർത്തുക. എന്നാൽ ബസ് ഷെൽട്ടർ ഒരു ഭാഗത്തും ബസ് കാത്തു നിൽക്കുന്നവർ മറ്റൊരു ഭാഗത്തും. ബസ് നിർത്തുന്നതാകട്ടെ ബസ് ഷെൽട്ടർ എത്തുന്നതിന് മുൻപും. മുന്നിൽ ഇത്രയും ഇടമുണ്ടായിരുന്നിട്ടും ബസ് ഡ്രൈവർമാർ ബസ് ഷെൽട്ടർ എത്തുന്നതിന് മുൻപാണ് ബസ് ബേയിൽ ബസ് പാർക്ക് ചെയ്യുക. ഇതെല്ലാം കണ്ട് നോക്കുകുത്തികളെ പോലെ നിയമപാലകർ മറ്റൊരു വശത്ത്. ചീറിപ്പാഞ്ഞു പോകുന്ന ജനപ്രതിനിധികൾക്ക് സല്യൂട്ടടിച്ച് സംരക്ഷണമൊരുക്കി കൊടുക്കുന്നു. നിയമപാലകർ ശക്തമായ നിർദ്ദേശം കൊടുത്താൽ ഉറപ്പായിട്ടും ആളുകൾ ബസ് ഷെൽട്ടറിനുള്ളിൽ വന്നു നിൽക്കും. നിർദ്ദേശം കൊടുത്ത പ്രകാരം യാത്രക്കാർ അത് മനസ്സിലാക്കി ബസ് ഷെൽട്ടറിൽ വന്നു നിൽക്കുകയും ചെയ്തു. എന്നാൽ 5 മിനിറ്റുകൾക്കിപ്പുറം വീണ്ടും പഴയ പോലെ തന്നെയായി. ഇതിനെതിരെ ഒരു ബസ് യാത്രക്കാരി പ്രതികരിച്ചപ്പോൾ അവരുടെ വാക്കുകൾക്കും ഒരു വിലയും കൽപ്പിക്കാതെ നിയമപാലകർ പൊടിയും തട്ടിപ്പോയി. ആളുകൾ പഴയതുപോലെ നിന്നയിടത്ത് തന്നെ വീണ്ടും ചെന്നു നിന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾക്ക് ലഭിക്കുന്ന സംരക്ഷണം സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിയമപാലകർ നോക്കി നിൽക്കെയാണ് ബസ്സുകാർ നിയമം തെറ്റിച്ച് ബസ് പാർക്ക് ചെയ്യുന്നത്. ലക്ഷങ്ങൾ വില വരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു നൽകിയിട്ടും ജനങ്ങൾ നിൽക്കുന്നത് അപകടകരമായ സാഹചര്യത്തിലാണ്. ജനങ്ങൾക്ക് അവബോധം നൽകേണ്ട പോലീസുകാർ വെറും നോക്കുകുത്തികളാകുന്ന സാഹചര്യവും. ഹെൽമറ്റ് വേട്ടയും സീറ്റ് ബെൽറ്റ് ഇടാത്തതിനും പിഴ ഈടാക്കുകയും അതിനിടയിൽ ചില പോലീസുകാർ കൈക്കൂലി വാങ്ങി ഒതുക്കി തീർക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ കൺമുന്നിൽ ഇത്തരം സാഹചര്യം വരുമ്പോൾ കണ്ണടച്ചു വിടുകയാണ് പതിവ്. എന്തായിരിക്കും ഇതിന് കാരണം? ഇതിപ്പോൾ ഒരു പുരുഷനും സ്ത്രീയും പൊതുസ്ഥലത്തിരുന്ന് പ്രണയിച്ചാൽ ഒളിഞ്ഞിരുന്ന് കള്ളന്മാരെ പോലെ മുന്നിലേക്ക് ചില പോലീസുകാർക്ക് ചാടി വീഴാൻ വലിയ ആവേശമാണ്.